ഹായ് ഫ്രണ്ട്സ്. അപ്പോഴേ നമുക്കിന്ന് നല്ല അടിപൊളി ഒരു മീൻകറി വെച്ചാലോ. നാടൻ മീൻകറി, അതും തേങ്ങാപ്പാൽ മീൻകറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് കറിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കാണാം, ആയോ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ ഞാൻ പറഞ്ഞ് നമ്മുടെ തേങ്ങാപ്പാൽ മീൻകറി ഇതാണ് കേട്ടോ. അപ്പോഴ് ഇതിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഇതിലേക്ക് എണ്ണയൊന്നും ഒട്ടും ചേർത്തിട്ടില്ല കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തേങ്ങാപ്പാൽ മീൻകറിയാണ്. അടിപൊളിയാണ്. അപ്പം ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു വട്ടമെങ്കിലും നമ്മൾ കഴിച്ചിരിക്കേണ്ട ഒരു ഐറ്റമാണ്. അപ്പൊ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാനൊരു ചോപ്പറിലോട്ട് കുറച്ച് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കുഞ്ഞുള്ളി ഇടാൻ പോയപ്പോഴാണ് അതിന്റെ ബ്ലേഡ് വെച്ചില്ലല്ലോ എന്ന് ഓർത്തത്. അപ്പൊ പെട്ടെന്ന് പോയി ബ്ലേഡ് എടുത്ത് വെച്ച് ഇനി നമുക്ക് കുഞ്ഞുള്ളി കുറച്ചധികം ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 18ഓളം, ഒരു 18എണ്ണമെങ്കിലും എടുത്തിട്ടുണ്ടാകും എന്നുവാണെങ്കിൽ കേട്ടോ. അപ്പൊ ഇനി അതിലേക്ക്, അതായത് കുറച്ചധികം എടുത്തോളൂ. ഇനി അതിലേക്ക് കുറച്ച് നമ്മുടെ വെളുത്തുള്ളി അല്ലി ഉണ്ടല്ലേ, അതായത് ഒരു 10എണ്ണോളം എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഇഞ്ചി, അതായത് ചെറിയ പീസ് ഇഞ്ചി എടുത്ത് അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചോപ്പറിൽ വെച്ചിട്ട് നല്ലപോലെ ഇതുപോലെ നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നിങ്ങളൊന്ന് കുനുകുനാന്ന് അരിഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഇതൊന്നും, അല്ലെങ്കിൽ ഒന്ന് ചതച്ചെടുത്താലും മതി. പിന്നെ എനിക്ക് മടി, അതിങ്ങനെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പൊ പിന്നെ ചോപ്പർ ഉള്ളപ്പോൾ നമ്മൾ ഓരോന്നോരോന്നിട്ട് അരിഞ്ഞെടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ദാണ്ടെ ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ചട്ടി ഒന്ന് എടുത്ത് വെച്ചിട്ട് നമ്മൾ ഇവിടെ ചോപ്പ് ചെയ്തെടുത്ത സംഭവങ്ങളൊക്കെ അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പഴുത്ത തക്കാളി അത്യാവശ്യം വലുത് നോക്കി എടുത്തോളൂ കേട്ടോ. അത് ഞാൻ ഇതിലേക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2എണ്ണം എടുത്തിട്ടുണ്ട്. അതൊന്ന് നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി. ഇത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ. അപ്പം എരിവൊന്നും ഇല്ല. അപ്പൊ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് കൈ വെച്ച് നന്നായിട്ട് ഒന്ന് ഞെരടി എടുക്കണം. അപ്പൊ നമുക്ക് ഈ ഒരു മീൻകറിയിൽ വഴറ്റൽ പരിപാടികൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പൊ വളരെ സിമ്പിൾ ആണ് അതാ ഉണ്ടാക്കിയെടുക്കുക. പക്ഷെ ആകപ്പാടൊരു മെനക്കെട്ട പണി തേങ്ങാപ്പാൽ എടുക്കുന്നത് മാത്രമാണ് കേട്ടോ. അതൊഴിച്ച് ബാക്കി എല്ലാം വളരെ സിമ്പിൾ ആണ്. അപ്പൊ ദാണ്ടെ ഇതുപോലെ ഒന്ന് നന്നായിട്ട് കൈവച്ചൊന്ന് ഞെരടി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. അതായത് ഞാൻ തേങ്ങേന്റെ 2ആം പാലും 3ആം പാലും കൂടെ ഒന്ന് മിക്സ് ആക്കിയതാണ്. അതാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. എനിക്ക് എനിക്ക് കറി കുറച്ചും കൂടെ ലൂസായിട്ടിരിക്കുന്നത് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ചേർത്തത്. നിങ്ങൾക്ക് നല്ല തിക്കായിട്ട് വേണമെങ്കിൽ ഈ വെള്ളം ചേർത്തല്ലോ, ഈ ഒരു സ്റ്റെപ്പ് അങ്ങ് ഒഴിവാക്കാം കേട്ടോ. ഇനി നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്കിത് നേരെ അടുപ്പത്തേക്ക് മാറ്റാം. അപ്പോൾ ദാണ്ടെ ഞാനത് അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് കൊടംപുളിയാണ് കേട്ടോ. ചിലരൊക്കെ ഈ കൊടംപുളിയൊക്കെ കുറച്ചു നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ച് ചേർക്കുന്ന കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെയൊന്നും ചേർക്കാറില്ല കേട്ടോ. ഡയറക്റ്റ് കഴുകി അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാറാണ് പതിവ്. അപ്പൊ ഒന്ന് മിക്സ് ആക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇപ്പൊ ദാണ്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ ചേർക്കാം. അപ്പൊ ഇന്നലെ ചന്തയിൽ പോയപ്പം നല്ല അടിപൊളി കേരച്ചൂര ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതാണ് കേട്ടോ ഞാൻ ഇന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം മീൻ നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോഴ് ഈ ചൂരമീനിൽ തന്നെ ഇത് ഉണ്ടാക്കണമെന്ന് യാതൊരുവിധ നിർബന്ധങ്ങളും ഇല്ല. നമുക്ക് ഏത് മീനിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ദാണ്ടെ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലത്തെ തുണ്ടൻ മീനുകൾ, ഇങ്ങനത്തെ ചൂരയിലും ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ദാണ്ടെ എല്ലാ മീനും ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. ഇത് വെന്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മിക്സ് ആക്കൽ പാടാണല്ലോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പം ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിനി ഇത് അടച്ച് വെക്കാം. നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരട്ടെ. ഇപ്പൊ ദാണ്ടെ നമ്മുടെ മീനൊക്കെ ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഞാനൊന്ന് തുറന്ന് നോക്കി ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തായിരുന്നു. അപ്പൊ നിങ്ങൾ ഉപ്പൊക്കെ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്തേക്കണേ. അപ്പൊ ദാണ്ടെ മീനൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഒരുപാട് ഇളക്കാൻ നിൽക്കണ്ട, ചിലപ്പോൾ മീൻ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ ഇനി തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നല്ല കട്ടിയുള്ള 1ആം പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ദാണ്ടെ ഞാൻ 1ആം പാലും ചേർത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കാം. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി തീ ഓഫ് ആക്കിയാലും കുഴപ്പമൊന്നുമില്ല. കാര്യം ചട്ടി അതിന്റെ പേരിൽ തന്നെ നല്ല ചൂടുണ്ടാവും കറിക്ക്. നല്ല ചൂടോടെ ഇരിക്കുമായിരിക്കും. അപ്പൊ ഓഫ് ആക്കിയിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പൊ അത്രേ ഉള്ളൂ. ഇനി ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് തിള വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. ഒന്നിരുന്ന് തണുത്ത് വരട്ടെ.
ഒരു ഇത്തിരി ഒന്ന് തണുത്തിട്ട് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ അതാണ്ട് നമ്മുടെ മീൻ കറി ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു തേങ്ങാപ്പാൽ കറിയാണ് കേട്ടോ. ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലേ ആ അവസാനം ചട്ടി ഇങ്ങനെ വരുമല്ലോ, അതിൽ കുറച്ച് ചോറിട്ട് ഇങ്ങനെ പുരട്ടി കഴിക്കാനേ എന്ത് ടേസ്റ്റാണെന്നറിയോ. അപ്പോൾ എന്തായാലും മീൻകറി ഇതുപോലെ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയണേ. എന്നിട്ട് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ ബൈ.